റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളിന്റെ തണ്ടർബേഡിന് പകരം ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മോഡലാണ് വരാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ തണ്ടർബേഡിന് പകരമാവാം, അല്ലെങ്കിൽ ടോട്ടലി പുതിയൊരു മോട്ടോർ സൈക്കിൾ ആവാം. എന്തായാലും മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളിന്റെ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള പെർഫെക്റ്റ് പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ സ്പൈ ഷോട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മീറ്റിയോർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ എന്തായാലും തണ്ടർബേഡിന് പകരമായിട്ട് വരാനാണ് സാധ്യത. കാരണം ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ടോട്ടലി ഒരു തണ്ടർബേഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് മീറ്റിയോർ എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നിരിക്കുന്നത്. ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇപ്പോൾ സ്പൈ ഷോട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ആഡ് ഷൂട്ടിന്റെ ഇടയിലുള്ള കുറച്ച് ഇമേജസ് ആണ്. ഇമേജസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് മീറ്റിയോർ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കറോടും കൂടിയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ സ്പൈ ഷോട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, കൊറോണ വൈറസിന്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ആവാനായിട്ട് ലേറ്റ് ആവും. എന്തായാലും നമ്മൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഏപ്രിൽ 1 കൂടി പ്രതീക്ഷിച്ചതാണ്. ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ലോഞ്ച് ലേറ്റ് ആവാനായിട്ട് പോകുന്നത്. വരാൻ പോകുന്ന മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡബിൾ ക്രാഡിൽ ഫ്രെയിം ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ്. അതുപോലെ തന്നെ ജെ പ്ലാറ്റ്ഫോമിലുള്ള ഒരു പുതിയൊരു എഞ്ചിനാണ് വരാനായിട്ട് പോകുന്നത്. ഈ ഒരു എഞ്ചിനെ കുറിച്ചിട്ട് എനിക്ക് ഏകദേശം 2019 ആദ്യത്തിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു പുതിയൊരു എഞ്ചിനാണ് റോയൽ എൻഫീൽഡിന് വരാൻ പോകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഹാൻഡിലിങ്ങും അതുപോലെ തന്നെ ഒരു ക്രൂയിസറിനായിട്ടുള്ള കറക്റ്റ് ബോഡി ഷേപ്പോട് കൂടി തന്നെയാണ്, അല്ലെങ്കിൽ എർഗണോമിക്സോട് കൂടി തന്നെയാണ് ഈ ഒരു പുതിയൊരു മോട്ടോർ സൈക്കിൾ വരാനായിട്ട് പോകുന്നത്. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനെ കുറിച്ചിട്ട് ഒരു 350cc എഞ്ചിൻ ആവും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും 500cc ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഇനി റോയൽ എൻഫീൽഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കാരണം 650cc ആയിട്ടുള്ള ഇന്റർസെപ്റ്ററും കോണ്ടിനൽ GT ഉള്ളത് കൊണ്ട് തന്നെ 350cc ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും വരാൻ പോകുന്ന മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ. എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ. അതുപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും. മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിൻ കേസ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ കേസ് ആണ്. നമ്മുടെ 650 ഡിസൈനിങ്ങിലാണ് ഈ ഒരു എഞ്ചിൻ കേസ് എന്ന് പറയുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ. അപ്പോൾ എന്തായാലും പെർഫോമൻസിന് വേണ്ടിയിട്ട് അത്രയധികം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ് ജെ പ്ലാറ്റ്ഫോമിലുള്ള മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിൻ. വരാൻ പോകുന്ന മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാറ്റലിക് കൺവെർട്ടർ നമുക്ക് കാണാനായിട്ടില്ല. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ BS4 നിന്നും BS6 വന്ന എല്ലാ മോട്ടോർ സൈക്കിളിന്റെയും കാറ്റലിക് കൺവെർട്ടർ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ നമ്മുടെ എക്സോസ്റ്റിന്റെ ബെൻഡ് പൈപ്പിൽ എവിടെയെങ്കിലും എക്സോസ്റ്റ് മാനിഫോൾഡിന്റെ ബെൻഡ് പൈപ്പിലാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുപോലെ ഒരു കാണുന്ന രീതിയിലല്ല ഇതിന്റെ കാറ്റലിക് കൺവെർട്ടർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മോഡല് ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാറ്റലിക് കൺവെർട്ടർ എക്സ്റ്റേണലി നമുക്ക് കാണാനായിട്ട് സാധിക്കാത്തത്. BS4 ആയിട്ടുള്ള നമ്മുടെ തണ്ടർബേഡ് 350X എന്ന് പറഞ്ഞിട്ടുള്ള മോഡല് 350cc ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ആ ഒരു എഞ്ചിന്റെ പവർ എന്ന് പറയുന്നത് 19.8 bhp പവർ ആണ്. അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറയുന്നത് 28 Nm ഓഫ് ടോർക്കാണ്. എന്തായാലും വരാൻ പോകുന്ന മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് കൂടുതൽ ടോർക്കും അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും. 6 സ്പീഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനിലാണ് മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ വരുന്നുണ്ട് എന്ന് അറിയാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറിലാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് കൺസോൾ എന്ന് പറയുന്നത് ഒരു 2 പോഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ്. ഒരു വലിയ ഒരു ഇൻസ്ട്രുമെന്റ് കൺസോളും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു വലിയ ഇൻസ്ട്രുമെന്റ് കൺസോളും അതേപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ ഒരു ഇൻസ്ട്രുമെന്റ് കൺസോളും. അപ്പോൾ ഒരു 2 പോഡിലുള്ള ഒരു ഡിഫറെന്റ് ഡിസൈനിലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ് മീറ്റിയോർ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിന് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ ഒരു വണ്ടി ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് ആണെങ്കിലും ബാക്ക് മഡ് ഗാർഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിന്റെ ഡിസൈനിങ് ആണെങ്കിലും ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള രീതി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ സ്വിച്ച് ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ ടോട്ടലി ഒരു ഓൾഡ് സ്കൂൾ സ്റ്റൈലിലുള്ള ഒരു റോട്ടറി ടൈപ്പ് സ്വിച്ച് ഗിയേഴ്സ് ആണ് കിൽ സ്വിച്ചിലാണെങ്കിലും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് സ്വിച്ചിലാണെങ്കിലും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്പൈ ഷോട്ട് ആദ്യം ലഭിച്ച മുതലുള്ള സ്പൈ ഷോട്ടിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് പഴയ ഒരു സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ നോർമൽ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ഫ്രണ്ട് ഫോർക്ക് സസ്പെൻഷനും റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് ട്വിൻ ഷോക്ക് ആയിട്ടുള്ള അബ്സോർബറോട് കൂടിയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കർ കൂടി തന്നെയാണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS ആയിട്ടുള്ള ഒരു മോഡൽ ആവാനാണ് സാധ്യത. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.75 ലക്ഷം മുതൽ 1.85 ലക്ഷത്തിനുള്ള എക്സ്ഷോറൂം പ്രൈസിലാണ് ഈ ഒരു പുതിയ മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ വരാനായിട്ട് പോകുന്നത്. എന്തായാലും വളരെ കൺഫ്യൂഷൻ ആണ്. തണ്ടർബേഡ് എന്ന് പറയുന്നത് ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ആ ഒരു മോഡലിൽ നിന്ന് എന്തുകൊണ്ടാണ് പുതിയൊരു മോഡലിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു പേരിലേക്ക് മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പേരിലേക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്? എന്തായാലും നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ.
എന്തായാലും ലോഞ്ച് അടുത്തു എന്ന് നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് ഏകദേശം. പക്ഷേ ഈ ഒരു കൊറോണ വൈറസിന്റെ ഔട്ട്ബ്രേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് ഒരു ലോഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു മോഡൽ ഷോറൂമുകളിൽ എത്തിക്കുന്ന രീതിയിലാകും ചിലപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് പുതിയ മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിളിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ, ciao.